അനൂപിലേക്ക് നമുക്ക് എത്താം. അനൂപ് അദ്ദേഹത്തിന്റെ വസതിക്ക് മുൻപാകെയുണ്ട്. നേരത്തെ പ്രിയങ്ക ഗാന്ധി അങ്ങോട്ടേക്ക് എത്തിയെന്ന് അനൂപ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അനൂപ് പറഞ്ഞോളൂ. അനൂപ്, പൊതുദർശനം ഇവിടെ എന്തായാലും ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് എത്തുക എന്ന കാര്യത്തിൽ ഒരു നിശ്ചയമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഡൽഹി പോലീസിൻ്റെ കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ എത്തുന്നുണ്ട്. അവരെല്ലാം ഇവിടെ ഒരു ക്രമീകരണങ്ങൾ, അതായത് ഇവിടെ പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് ഇവിടേക്ക് കയറുന്ന സ്ഥലത്തൊക്കെ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്തും ബാരിക്കേഡ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്തും ഈ റോഡിൻ്റെ മറുഭാഗത്തും അങ്ങനെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഇവിടേക്കുള്ള ഗതാഗത സംവിധാനം, ആയിരക്കണക്കിന് ആളുകൾ നാളെ ഡൽഹിയിലേക്ക് എത്തും. അപ്പോൾ അത് ക്രമീകരിക്കാനുള്ള സംവിധാനമെല്ലാം ഡൽഹി പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പൊതുദർശനം, വീട്ടിൽ എന്തായാലും ഒരു പൊതുദർശനം ഉണ്ടാവുന്ന കാര്യത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിലും പൊതുദർശനം ഉണ്ടാകുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരും ഡൽഹിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അക്കാര്യം അധികം വൈകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. പക്ഷേ എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ എന്ന കാര്യത്തിൽ നാളെ രാവിലെ 12 മണിയോട് കൂടിയേ അന്തിമമായ ഒരു തീരുമാനമാവുകയുള്ളൂ. കാരണം 11 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരും. മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുൻപ് മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിയാലോചന നടത്തും. എങ്ങനെ സംസ്കാര ചടങ്ങുകൾ വേണമെന്നത് സംബന്ധിച്ച് കുടുംബവുമായിട്ടും ആലോചന നടത്തും. അതിനുശേഷമേ മന്ത്രിസഭാ യോഗം അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ എനിക്ക് മൻമോഹൻ സിംഗിൻ്റെ വീട്ടിന് മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഇവിടെ ക്രമീകരണങ്ങളുണ്ട്. പ്രിയങ്ക ഗാന്ധി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നു. അത് സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യത്തിലെ തീരുമാനത്തിന് വേണ്ടിയാണ്. ഡൽഹി പോലീസ് ഇവിടെ ക്രമീകരണങ്ങൾ നടത്തുന്നു. എവിടെയാണ് ഇതിനപ്പുറത്തേക്ക് രാജ്യം അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി, വിപുലമായ ഒരു പൊതുദർശനത്തിന് വേണ്ടി എവിടെയാണ് സ്ഥലമൊരുക്കുക എന്ന കാര്യം നമുക്ക് രാവിലെയേ അറിയാൻ കഴിയുകയുള്ളൂ.